പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് സ്നേഹാശംസകൾ. ഈ ആഴ്ചയും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് കുടുംബങ്ങളിൽ ഒരു വലിയ ഉണർവാണ് കൊണ്ടുവരുന്നത്. ഇന്നേ ദിവസം ഓൺലൈൻ ഷോപ്പിംഗ് വേണ്ട എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കടയിൽ ഷോപ്പിങ്ങിന് പോകുന്നത് നല്ല ഒരു അനുഭവമാണ്. കുടുംബത്തോടൊത്തോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്തോ കടയിലേക്ക് പോകുമ്പോൾ ഒരു സാധനത്തിന്റെ ഗുണമേന്മയും വിലയും കണ്ടറിഞ്ഞ് വാങ്ങാൻ പറ്റും. അതല്ലാതെ കയ്യിൽ മൊബൈൽ ഫോണും വെച്ചുകൊണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും വാങ്ങിക്കൂട്ടുന്നത്. അതുമാത്രമല്ല, ഗുണമേന്മയില്ലാത്ത സാധനങ്ങളും കിട്ടാൻ ഇടയായേക്കും. പിന്നീട് അത് മടക്കി കൊടുക്കാൻ പറ്റാതെ എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റാതെ നമ്മൾ കഷ്ടപ്പെടും. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ കടയിൽ പോയി വാങ്ങിച്ചുകൂടെ? ചിലരുടെ വീടുകളിലൊക്കെ വാസ്തു അനുസരിച്ചുള്ള അടുക്കളയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പാചകം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഓൺലൈൻ ഡെലിവറി ആപ്പിലൂടെ വാങ്ങിക്കും എന്നാണ് പറയുന്നത്. ഇന്ന് ഈ ഒരവസ്ഥ മാറാനായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം. ഓഫീസ് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഓഫീസ് അങ്ങനെ തന്നെയുണ്ട്, മാനേജറും അങ്ങനെ തന്നെയുണ്ട്. പിന്നെ എന്താ, ഞാൻ എന്നെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അതെങ്ങനെയാടാ? ജ്യോതി ചേച്ചിയോട് സംസാരിച്ചു. ചേച്ചിയാണ് പറഞ്ഞത് നമ്മുടെ മേലുദ്യോഗസ്ഥരോട് കീഴ്പ്പെട്ട് നടക്കണമെന്ന്. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. എടാ, നിന്റെ മാനേജർ ഒരു ക്രിസ്ത്യാനിയല്ലേ? അതേടാ. അപ്പോ ജ്യോതി ചേച്ചിയോട് ആ മാനേജറിനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞാലോ? നീ പോടാ. ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്നെ വഴക്കാരാൻ അത് മതി. നമുക്കെന്ത് ആവശ്യമില്ലാത്ത പുലിവാല്. വെറുതെ തോന്നി, അത് പറഞ്ഞതേ ഉള്ളൂ. എടാ, നേരെ നോക്കി വണ്ടി ഓടിക്കാം. എന്താണ്, ഓൺലൈൻ കവറൊക്കെ കാണുന്നുണ്ടല്ലോ? അതെ ഏട്ടാ, സാരിക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്, അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഡെയിലി കവറുകളാണ് കാണുന്നത്. ഫെസ്റ്റിവൽ ഓഫർ ഉണ്ട് ഏട്ടാ, അതുകൊണ്ടാ. എന്താ, ഇന്ന് രാത്രി കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ലേട്ടാ. അത് ശരി. അപ്പൊ ഇന്ന് രാത്രി പട്ടിണിയാണോ? നിങ്ങളെ ഞാൻ പട്ടിണി ഇടുവൊന്നുമില്ല. ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള പ്ലാനാണോ? അതും അല്ലേട്ടാ. അപ്പോ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയാവുന്ന പരിപാടികളൊന്നും ഇല്ലല്ലോ. എന്റെ അറിവിലും അങ്ങനെയൊന്നുമില്ല. അപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ടുണ്ടെന്നോ? എന്തിനായിരുന്നു? വെറുതെ ചെയ്തതാ. ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്തതാ. എന്താ ഇത്,
നമുക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചാൽ പോരായിരുന്നോ? അതെ. എന്താ ഇത്? ആ ഹോട്ടലിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതിനൊക്കെ നീ ഓർഡർ ചെയ്യേണ്ട ആവശ്യം എന്താ? നമ്മൾ കഴിക്കുന്ന ബില്ലിനേക്കാളും 500 കൂടുതലല്ലേ ആവുന്നത്? കൂടുതലാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഫുഡ് വീട്ടിൽ കൊണ്ട് തരുന്നില്ലേ? പോകെ പോകെ നിനക്ക് ഓൺലൈൻ സാധനങ്ങളുടെ മേൽ മോഹം കൂടി വരുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല ഏട്ടാ. ഹലോ മാഡം, ഫുഡ് ഡെലിവറി. മാഡത്തിന്റെ വീടിന്റെ പുറത്താ നിൽക്കുന്നേ. സർ, ഒരു മിനിറ്റ്. ഏട്ടാ, നമ്മുടെ വീടിന്റെ വാതിക്കലാ നിൽക്കുന്നേ. ഒന്ന് വാങ്ങിച്ചോണ്ട് വരുമോ? എന്താ മാലതി, മോഹം എന്താ ഇങ്ങനെ കുത്തി വീർത്തിരിക്കുന്നത്? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഓർഡർ ചെയ്ത സാരി ഒട്ടും കൊള്ളത്തില്ല ഏട്ടാ. കൊള്ളത്തില്ലെങ്കിൽ അതങ്ങ് റിട്ടേൺ ചെയ്തേക്കണം. റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, ഡേറ്റ് കഴിഞ്ഞു പോയി. ഭയങ്കര കോസ്റ്റ്ലിയാ അത്. ഇതുകൊണ്ടാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്യേണ്ട, വേണമെങ്കിൽ കടയിൽ പോയി നോക്കിയെടുക്കാനായിട്ട് പറയുന്നത്. ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാനാ ഏട്ടാ, വേറെ സാരി ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെ സാരി ഓർഡർ ചെയ്തെന്നോ? ഇത്രയൊക്കെ നടന്നിട്ടും നിന്നെ തിരുത്താൻ പറ്റില്ല. എന്താ മാലതി, രാത്രിയിലും ഫോൺ പിടിച്ചോണ്ടിരിക്കുകയാണോ? അതോടെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അടുത്ത വീട്ടിലെ രേഖ പ്രസവിച്ചു. കുഞ്ഞിനെ ഒന്ന് കാണണം. അതുകൊണ്ട് കടയിൽ കയറി ഒരു ഡ്രസ്സും വാങ്ങിച്ചു പോകാന്ന് വിചാരിച്ചു വന്നതാ. വന്ന കടയിൽ എന്നെ കണ്ടപ്പോ എന്നെ കൂടെ കൂട്ടിയല്ലേ? ശരി, വാ. ഞാൻ കടയിലോട്ടൊന്നും വരാറേയില്ല ചേച്ചി. അതെന്താ മാലതി, ചെലവ് ചുരുക്കുന്നതാണോ? അല്ല ചേച്ചി, എല്ലാം ഓൺലൈനിലാ. എല്ലാം ഓൺലൈനിലാണോ? അതെ ചേച്ചി, കാരണം നമുക്ക് അതിലെ കൂടുതൽ വെറൈറ്റീസ് കിട്ടും. ആ, പുതിയ കളക്ഷൻ നോക്കട്ടെ. പെൺകുട്ടികൾക്കാ. ചേച്ചി, ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ചേച്ചി, ഇത് നോക്കി. ചേച്ചി, ഇപ്പൊ മാലതി എപ്പോ നോക്കിയാലും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നു, മേക്കപ്പ് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു. എന്തിനാ, ഭക്ഷണം പോലും ഇപ്പോൾ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഞാനൊരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ കേൾക്കുന്നില്ല. വല്ലപ്പോഴും ഓർഡർ ചെയ്താൽ കുഴപ്പമില്ല. എപ്പോഴും ഇങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ ഞാൻ എന്താ ചേച്ചി ചെയ്യുക? ഞാനൊന്ന് അവളോട് സംസാരിച്ച് നോക്കട്ടെ രഞ്ജിത്ത്. ശരി ചേച്ചി. ഇത് തന്നെ നന്നായിരിക്കുന്നു മാലതി. ഞാൻ ഉദ്ദേശിച്ച വിലയിലും കിട്ടിയിട്ടുണ്ട്. ദാ ഈ ഉടുപ്പൊന്ന് പാക്ക് ചെയ്തേക്കൂ. താങ്ക് യു സർ. എന്താ ചേച്ചി, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? മാലതി, ഇന്നത്തെ കാലത്ത് പലരും മൊബൈൽ ഫോണിന് അടിമകളായി തീർന്നിരിക്കുക.
അതിൽ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ചിലരൊക്കെ തെറ്റായ വെബ്സൈറ്റുകളിലൂടെ ബാധിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു ചിലർ സോഷ്യൽ മീഡിയ ആപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശരിയല്ലേ മാലതി? അതെ ചേച്ചി. പക്ഷേ ഇതൊക്കെ എന്തിനാ ചേച്ചി എന്നോട് പറയുന്നേ? ചിലരൊക്കെ ഓൺലൈൻ ഷോപ്പിങ്ങിന് അടിമകളായിരിക്കുക. സത്യമല്ലേ? അതും ഒരു അഡിക്ഷനാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല മാലതി. ചേച്ചി എന്നെ കുറിച്ചല്ലേ പറയുന്നേ? മാലതി മാത്രമല്ല, ബാധിക്കപ്പെട്ട എല്ലാരെയും കുറിച്ചാണ് പറയുന്നത്. മാലതി, മറ്റുള്ള കാര്യങ്ങളിൽ അഡിക്ഷൻ വന്നാൽ അത് അവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ. പക്ഷേ ഓൺലൈൻ ഷോപ്പിങ്ങിന് അഡിക്ഷൻ വന്നാൽ അത് നമ്മുടെ ഈ സമൂഹത്തെ തന്നെ ബാധിക്കും മാലതി. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ഓൺലൈനിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു. പക്ഷെ നിന്നെ വിശ്വസിച്ച് നീ താമസിക്കുന്നിടത്ത് അയൽപക്കത്ത് കട വെച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ എല്ലാരും ഡ്രസ്സും പലചരക്ക് സാധനങ്ങളും ഭക്ഷണവും ഒക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വിശ്വസിച്ച് കട വെച്ചിരിക്കുന്നവരുടെ സ്ഥിതി എന്താ? നീ ഹോട്ടലിൽ പോയി കഴിച്ചാ 1000 രൂപയാകുമെന്ന് വിചാരിക്കേ. അത് തന്നെ നീ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോ അതേ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് അവര് വാങ്ങുന്നത്. നീ എക്സ്ട്രാ ആയിട്ട് 500 രൂപയാണ് കൊടുക്കുന്നത് മാലതി. ഓൺലൈൻ ഷോപ്പിംഗ് തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ ഓൺലൈനിൽ മാത്രം വാങ്ങിക്കരുതെന്നാ പറയുന്നത്. ചെറിയ കച്ചവടക്കാരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടും മാലതി. ലോക്ക്ഡൌണിന്റെ സമയത്ത് ഏത് ഓൺലൈൻ ഷോപ്പിംഗാ നിന്നെ സഹായിച്ചത്? നിന്റെ വീടിനടുത്തു തന്നെ കട വെച്ചിരുന്ന ചേട്ടനല്ലേ നിന്നെ സഹായിച്ചത്? പാലും പലചരക്ക് സാധനമൊക്കെ നിനക്ക് കടം തന്നില്ലേ? സത്യമല്ലേ മാലതി? അതൊക്കെ എങ്ങനെയാ നീ മറക്കുക? നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ ഇല്ലാതാക്കരുത് മാലതി. എന്താ പ്രേക്ഷകരെ, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? ഓൺലൈൻ ഷോപ്പിംഗ് എത്ര അപകടകരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. എപ്പോഴെങ്കിലും ഒരിക്കൽ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. അത് തന്നെ പതിവാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലതിനല്ല. ഇപ്പോൾ നിങ്ങളുടെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നിങ്ങളെല്ലാവരും ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? ഓൺലൈൻ ഷോപ്പിംഗ് അധികം വേണ്ട എന്നതിനെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ഈ നാടകത്തിൽ കണ്ടത്. ഇന്ന് നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള ചില ഉപദേശങ്ങൾ നൽകാൻ വേണ്ടിയാണ് കർത്താവ് കൃപ നൽകിയിരിക്കുന്നത്. ശുശ്രൂഷ പാതയിലുള്ള ചില മുതിർന്ന അമ്മമാർ, ചില മുതിർന്ന സഹോദരികൾ പറയാറുണ്ട്, ഞങ്ങൾക്കിപ്പോൾ മുൻപത്തെ പോലൊന്നും പാചകം ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് 3 നേരവും ഭക്ഷണം വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുകയാണ്, ഞങ്ങളുടെ ശരീരം പ്രായമായത് കാരണം വല്ലാതെ ബലഹീനമായിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ആഹാരം ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുകയാണ് എന്ന് പറയാറുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സൗകര്യമായിരിക്കുന്നു എന്ന് പറയാറുണ്ട്. ചില അമ്മമാർ പറയാറുണ്ട്, ഞങ്ങൾ തന്നെ ഓർഡർ ചെയ്യണമെന്ന് ആവശ്യമില്ല, ഞങ്ങളുടെ മക്കള് വിദേശത്ത് താമസിക്കുന്നുണ്ട്, അവർ തന്നെ ഞങ്ങൾക്ക് ഓൺലൈനിൽ ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് തരും, കൃത്യസമയത്ത് തന്നെ അത് ഞങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്, അതാണ് ഞങ്ങൾ കഴിക്കാറ്, കഴിക്കും, റെസ്റ്റ് എടുക്കും, ഞങ്ങൾ കർത്താവിൽ സന്തോഷിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അതേ അമ്മമാർ തന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പറയുന്നത് എന്താണെന്നോ, നല്ലതാണ്, സമയത്തിന് ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ അമ്മമാർ ഇപ്പോൾ പറയുന്നത്, തുടർച്ചയായിട്ട് ഇങ്ങനെ 1 മാസമോ 2 മാസമോ ആയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഓൺലൈനിൽ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ആരോഗ്യം പ്രശ്നമായിരിക്കുകയാണ്. കാരണം വയസ്സായില്ലേ, അതുകൊണ്ട് അവിടുന്ന് വരുന്ന ഭക്ഷണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉപ്പും എരിവും എണ്ണയും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ ഞങ്ങളുടെ വയർ അപ്സെറ്റ് ആകുന്നുണ്ടെന്ന്. മറ്റു ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ BP, ഷുഗർ ലെവൽ പോലും ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആരാണ് പറയുന്നത്? മുതിർന്ന അമ്മമാർ. ഭക്ഷണം വെക്കാൻ വയ്യ, ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് കഴിക്കുന്നത്, അത് ഞങ്ങൾക്ക് വളരെ സൗകര്യമാണെന്ന് പറഞ്ഞ അമ്മമാരും അപ്പന്മാരുമാണ് ഇത് പറയുന്നത്. ഇപ്പോൾ അവർ തുടർച്ചയായി ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യം പ്രശ്നത്തിലായിരിക്കുകയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മൂത്ത സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വാങ്ങിക്കാം, തെറ്റില്ല. തീരെ വയ്യ എന്നുള്ള സമയത്ത് ഒന്നും ഉണ്ടാക്കാൻ വയ്യ, അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഒരാളുണ്ടായിരിക്കാം, അവര് വന്നില്ല, ഒരു ദിവസം അവധിയെടുത്തു, ഇന്ന് അവർക്ക് വരാൻ പറ്റിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ എല്ലാ ദിവസവും മുടങ്ങാതെ ഓൺലൈനിൽ ഇങ്ങനെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കരുത്. എന്നോട് അവർ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ, മുതിർന്ന അമ്മമാരെന്നോട് പറഞ്ഞതാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ നമ്മുടെ ശരീരത്തിനും ചില ബലഹീനതകൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രായമാകുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമത്തിലും കുറച്ച് ശ്രദ്ധ വേണം. പൊതുവെ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവർ പറയാറുണ്ട്, നിങ്ങൾക്ക് പ്രായമായില്ലേ, അതുകൊണ്ട് എണ്ണ കുറച്ച് കുറയ്ക്കണം, ഉപ്പും എരിവും ഒക്കെ കുറയ്ക്കണം, മധുരം അതും കുറച്ച് കുറയ്ക്കണം എന്നൊക്കെ പറയാറില്ലേ. നമ്മളും നമ്മുടെ വയറിന് എന്താണോ ശരി അങ്ങനെയുള്ള ഭക്ഷണം എപ്പോഴും കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. അതുകൊണ്ട് മുതിർന്ന സഹോദരിമാരോട് ഞാനിപ്പോൾ പറയുന്നത്, ഓൺലൈനിൽ ഭക്ഷണം വാങ്ങിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യമുള്ളപ്പോൾ, ഒരുപക്ഷെ സഹായിക്കുന്ന ആള് വന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം കൊണ്ട് ഒട്ടും വയ്യ, എനിക്ക് ഇന്ന് അടുക്കളയിൽ നിൽക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഭക്ഷണം വാങ്ങിക്കാം. അതത്ര കുഴപ്പമില്ല. അതേപോലെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എത്രയോ സഹോദരിമാരും ചെറുപ്പക്കാരും ഒക്കെ ഓൺലൈനിൽ ഭക്ഷണം വാങ്ങാറുണ്ട്. അത് കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ മെനു കാർഡ് നോക്കി നിങ്ങൾക്ക് എന്ത് വേണം, എത്ര വേണം, അത് നോക്കി ഓർഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ഡിഷ് ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും വേണമെന്ന് തോന്നിയാൽ ഒരു ഡിഷും കൂടി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. കാരണം ചിലർ പറയാറുണ്ട്, മുതിർന്നവരും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെറുപ്പക്കാരും പറഞ്ഞിട്ടുണ്ട്, ഓൺലൈനിൽ ഭക്ഷണം വരുമ്പോൾ ചില ദിവസങ്ങളിൽ അത് ഞങ്ങൾക്ക് മതിയാകാറുണ്ട്, ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ വിശപ്പ് പൂർണ്ണമായും മാറുമെന്ന് പറയാൻ പറ്റില്ല. ചിലർ പറയാറുണ്ട്, ഓൺലൈനിൽ ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിച്ച ശേഷവും ഒരുപാട് മിച്ചം വരുന്നുണ്ടെന്ന്. അത് ഞങ്ങൾ മിക്കവാറും വലിച്ചെറിയാറാണ് പതിവ്, പിന്നെ ഉപയോഗിക്കാറൊന്നും ഇല്ലെന്ന് പറയും. ചിലരെന്ത് ചെയ്യുന്നോ, അത് ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞ് അത് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഭയങ്കര ജോലിയാണ്, എനിക്ക് വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുറത്തു പോകാനും സമയമില്ല എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യാം. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ അതും ഒരു രസം തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും മറ്റുള്ളവരുടെ കൂടെ ഒന്ന് പുറത്തു പോയി നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ബന്ധുക്കളോ കുടുംബത്തോടൊപ്പമോ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മെനു നോക്കി ഓർഡർ ചെയ്ത് ആവശ്യമുള്ളത് കഴിക്കാം. കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയാൽ ഒന്നുകൂടെ ഓർഡർ ചെയ്യാം. അല്ല മതി എന്നാണെങ്കിൽ മതി എന്ന് വെച്ച് നിർത്തുകയും ചെയ്യാം. കാരണം ഭക്ഷണം വേസ്റ്റ് ആവില്ല, നിങ്ങൾക്കും തൃപ്തിയോടെ ഭക്ഷണം കഴിച്ച പോലെ തോന്നും. എന്നോട് പല ചെറുപ്പക്കാരും പറയാറുണ്ട്, ഞങ്ങൾ ഡ്രസ്സ് ഓൺലൈനിലാണ് ഓർഡർ ചെയ്യാറുള്ളത്. ചില അമ്മമാരും പറയാറുണ്ട്, എന്റെ പരിചയത്തിൽ ചില ശുശ്രൂഷയിലുള്ള സഹോദരിമാരും പറയാറുണ്ട്, ഓൺലൈനിൽ സാരി വാങ്ങിച്ചു എന്ന്. എന്നിട്ട് എന്നോട് പറയും, നോക്കിയാണ് വാങ്ങിയത്, ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടതൊരു കളറാണ്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല പാറ്റേൺ ആണെന്നാ തോന്നിയത്, പക്ഷേ അങ്ങനെ ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടിയത് ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ കണ്ട കളർ പോലെയേ ഇല്ല എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കടയിൽ പോയി നോക്കുകയാണെങ്കിൽ, കടയിൽ പോയി സാരി വാങ്ങുന്നവർ കാണുമല്ലോ, നിങ്ങൾ കടയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പല
ഷെയ്ഡിലുള്ള സാരികൾ കാണാൻ പറ്റും അല്ലേ? പല വിധത്തിലുള്ള പല കളറിലുള്ള സാരികൾ നിങ്ങൾക്ക് കാണാം. അപ്പോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് ഡിസൈനാണോ ഇഷ്ടം, അത് നോക്കി വാങ്ങാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പോഴൊക്കെ വരുന്ന സാരികളിലുള്ള ഡിസൈൻസ് നോക്കിയാൽ മുൻഭാഗത്തൊരു ഡിസൈൻ കാണാം, നടുവിൽ വരുമ്പോൾ വേറൊരു ഡിസൈൻ ആയിരിക്കും, അകത്ത് വേറൊരു ഡിസൈൻ. അങ്ങനെ അത് വിടർത്തി നോക്കിയാലേ ഒരു സാരിയുടെയോ ഒരു ഡ്രസ്സിന്റെയോ ഡിസൈനും ഭംഗിയും നമുക്ക് അറിയാൻ കഴിയൂ. ഇതൊക്കെ എന്നോട് പല സഹോദരിമാരും പറയുന്നതാണ് നിങ്ങളോട് പറയുന്നത്. ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ ആ സാരി കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു, അതിന്റെ പാറ്റേൺ ഒക്കെ വളരെ നന്നായിരുന്നു. പക്ഷെ അത് കയ്യിൽ കെട്ടി തുറന്നു നോക്കിയപ്പോൾ സാരി മുഴുവൻ പ്ലെയിൻ ആണ്, അതിൽ യാതൊരു ഡിസൈനും ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അറിയാതെ ഓർഡർ ചെയ്തു പോയി, അത് ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഇല്ല, ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ കടയിൽ പോയി നോക്കുകയാണെങ്കിൽ സാരീസും ഡ്രസ്സും ഒക്കെ നോക്കിയാൽ കൊച്ചുകുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ എത്രയോ ഡിസൈൻസ് ഉണ്ട്, എത്രയോ നിറങ്ങളിലുള്ള ഡ്രസ്സ് കാണാം, നന്നായിരിക്കും. നിങ്ങൾ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് അത് ശരിക്കുള്ള കളറാണോ ശരിക്കുള്ള ഡിസൈൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ കടയിൽ പോവുകയാണെങ്കിൽ അത് നന്നായിട്ട് വിടർത്തി നോക്കാം. കടക്കാരോട് അത് വിടർത്തി കാണിക്കാൻ പറഞ്ഞാൽ അവർക്കത് സെയിൽസ് ആകണമെന്ന് പറഞ്ഞ് 4 പ്രാവശ്യം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കാണിക്കും. ആദ്യം മുതൽ അതിന്റെ ബോർഡർ വരെ ആ സാരി തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ആ സാരി ശരിക്കും കാണാനും പറ്റും, വേണമെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാനും പറ്റും. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം, അത് നമുക്ക് തൃപ്തികരവുമായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കടയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു 2000-ഓ 3000-ഓ കയ്യിൽ കാണും. അതിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ട തുണികൾ മേടിക്കും, അതിൽ കൂടുതൽ വേണ്ട എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോകും. ഞാൻ പോകുമ്പോൾ ഷോപ്പിങ്ങിന്റെ സമയത്ത് അതിശയിച്ചു പോകാറുണ്ട്. വിചാരിച്ചതിനേക്കാളും, അതായത് നമ്മൾ കൊണ്ടുപോയ കാശിനേക്കാളും എത്രയോ കുറഞ്ഞ വിലയ്ക്ക് എത്രയോ ഭംഗിയുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് വാങ്ങിക്കുകയും ചെയ്യാം. നിങ്ങൾ കൊണ്ടുപോകുന്ന പണത്തിൽ, നിങ്ങൾ കൊണ്ടുപോകുന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് മിച്ചം പിടിക്കുകയും ചെയ്യാം. ഒരു സാരി വാങ്ങണം, ഭർത്താവിനൊരു ഷർട്ട്, മക്കൾക്കൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയായിരിക്കും പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 എണ്ണം വാങ്ങിക്കാൻ കഴിഞ്ഞേക്കും, സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ഓൺലൈൻ ഷോപ്പിംഗ് വേണ്ടെന്ന് പറയുന്നില്ല. വല്ലപ്പോഴും ഒക്കെ ചിലര് ഗിഫ്റ്റ് അയക്കാറുണ്ട്. എന്റെ ഫ്രണ്ടിന് ഇന്ന് ബർത്ത്ഡേ ആണ്, ഗിഫ്റ്റ് അയക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെയുള്ളപ്പോ കടയിൽ പോകാൻ സമയമില്ല, ശരി, നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവർക്ക് അയക്കാം. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ കടയിൽ പോയി സെലക്ട് ചെയ്ത് ഒരു പാഴ്സലായിട്ട് അയക്കുകയാണെങ്കിൽ അവർക്കും അത് സന്തോഷമായിരിക്കും. അത് ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് പറ്റാത്ത സമയത്ത്, സമയമില്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം, ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാം, അതുപോലെ നിങ്ങളുടെ ഡ്രസ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. പക്ഷേ സമയമുള്ളപ്പോൾ നിങ്ങൾ പോയാൽ നിങ്ങൾക്കും ഒരു ടൈം സ്പെൻഡിങ്, സമയം അല്പം പോകും. പുറത്തു പോയാൽ 4 പേരെ കാണാം, നിങ്ങളുടെ മനസ്സിനും ഒരു നിറവ്, ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ മെനു നോക്കി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. അതുകൊണ്ട് പറ്റുന്ന സമയത്ത് ഷോപ്പിങ്ങിന് കടയിൽ പോയി നേരിട്ട് വാങ്ങിക്കാനുള്ള കുറച്ച് സമയം ഒതുക്കുക. അല്ലാത്ത സമയത്ത് ഓൺലൈനിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ശരി, അങ്ങനെയുള്ളൊരു അനുഭവം കർത്താവ് നൽകുന്നതിനായി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രാർത്ഥിക്കാം. സ്തോത്രം യേശുവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. ഇന്നേ ദിവസം ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള സന്ദേശം കർത്താവ് നൽകിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങ് നൽകിയ പണം കർത്താവേ, അത് വെറുതെ വൃഥാവായി, അത് ചിലവായി പോകാത്ത വിധം കർത്താവേ, അങ്ങ് നൽകിയ പണം മിച്ചം പിടിക്കുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും വാങ്ങുന്നതിനായി കർത്താവ് നൽകിയ ഉപദേശത്തിനായി നന്ദി അർപ്പിക്കുന്നു യേശുവേ. ഇപ്പോൾ കർത്താവെ, ഇതിനെക്കുറിച്ചുള്ള വിവേകം എല്ലാവർക്കും നൽകണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ഷോപ്പിംഗ് എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഉപദേശം നൽകണമേ. കർത്താവെ, ഞങ്ങൾക്ക് സ്നേഹവും ബുദ്ധിയും നല്ല വിവേകവും നൽകി നല്ല വ്യക്തതയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ശക്തി നൽകണേ. ഏതാണ് നല്ലത്, എങ്ങനെ ചെലവ് കുറയ്ക്കാം എന്നുള്ളതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ ഷോപ്പിംഗിന്റെ കാര്യം തന്നെ എടുത്താൽ ചിലർ അതിന് അടിമകളായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കർത്താവേ. അവർക്കെല്ലാവർക്കും ഒരു നല്ല ബുദ്ധി കൊടുക്കാനായി പ്രാർത്ഥിക്കുന്നു.
അവരെ എല്ലാവരെയും കർത്താവിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വഴി കാണിക്കണമേ. അങ്ങ് ജ്ഞാനത്തിന്റെ പരിശുദ്ധാത്മാവായി നിന്ന് വഴി നയിക്കണേ. അങ്ങ് ഇവർക്ക് വിവേകം നൽകണമേ. ഇവരെ കർത്താവിന്റെ കൈകളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ ചുമതല ഏറ്റെടുത്തതിനായി നന്ദി. അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഉപദേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് പ്രകാരം പ്രവർത്തിക്കുക. അത് നിങ്ങൾക്കും വളരെ തൃപ്തികരമായിരിക്കും. ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്നും സന്തോഷമായിരിക്കുക. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം ദൈവ ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. നാളെയും അതുപോലെ മറ്റന്നാളും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കുടുംബത്തോടെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.